ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനത്തിലെ സഭ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനം ദൈവകൃപയാൽ നാം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്ലാസ് കൂടാതെ ഇനിയും 2 ക്ലാസ്സുകൾ കൂടെ ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കാനായിട്ടുണ്ട്, കർത്താവ് അനുവദിച്ചാൽ. സഭയൊരു മർമ്മം എന്ന വിഷയം അധ്യായം 3 നിന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനമായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മർമ്മമായിരുന്ന സഭ 3 കൂട്ടർക്ക് പ്രധാനമായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, പൗലോസിന് പ്രധാനമായിരുന്നു. പൗലോസിന് സഭ പ്രധാനമായിരുന്നു എന്നതിനെ വെളിപ്പെടുത്തുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നാം അതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, താൻ ഈ മർമ്മമെന്ന സഭയ്ക്കു വേണ്ടി ബദ്ധനായി അല്ലെങ്കിൽ കഷ്ടമനുഭവിച്ചു. രണ്ടാമത്, സഭയെന്ന മർമ്മത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന് സഭ എത്രമാത്രം പ്രധാനമായിരിക്കുന്നു എന്ന് നാം ഓർക്കുകയുണ്ടായി. രണ്ടാമത്, സഭയെന്ന മർമ്മം പ്രധാനമായിരിക്കുന്നത് ജാതികൾക്കാണ്. ജാതികൾക്ക് അത് പ്രധാനമായിരിക്കുന്നു. 3-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം അതിൽ നിന്ന് 5 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് ജാതികൾക്ക് സഭ പ്രധാനമായിട്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കുകയുണ്ടായി. ഇനിയും കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ ആ 3-ാമത് ആർക്കാണ് സഭ പ്രധാനമായിരിക്കുന്നത് എന്നുള്ള തലക്കെട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് ദൂതന്മാർക്ക് പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, പൗലോസിന് പ്രധാനപ്പെട്ടതായിരുന്നു. 2, ജാതികൾക്ക് ദൈവസഭയെന്ന മർമ്മം പ്രധാനപ്പെട്ടതാണ്. 3-ാമത്, ദൂതന്മാർക്ക് പ്രധാനപ്പെട്ടതാണ്. 3-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾ ആ വേദഭാഗം പറയുമ്പോൾ എടുത്ത് നിവർത്ത് വെച്ച് നോക്കിയാൽ ധാരാളം മതിയാകും. 3-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഏതു വിധത്തിലാണ് സഭ ദൂതന്മാർക്ക് പ്രധാനമായിരിക്കുന്നത് എന്ന് പൗലോസ് വിവരിക്കുന്നുണ്ട്. അതായത് സഭയിൽ നിന്ന് ദൂതന്മാരെ പഠിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നാം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പോൾ സഭ മുഖാന്തരം അറിയുന്നു. ആരാണ് അറിയുന്നത്? 10-ാം വാക്യത്തിൽ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും. അവിടെ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? പലപ്പോഴും നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ സാത്താനെ ഉദ്ദേശിച്ചാണോ എന്ന് ചിന്തിച്ചു പോകും. കാരണം സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്നുള്ളത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രയോഗവും പിശാചിനെ സംബന്ധിച്ചാണോ എന്ന് ചിന്തിക്കാറുണ്ട്. അല്ല, ഇത് ദൂതന്മാരെ കുറിച്ചാണ്, സ്വർഗത്തിലെ ദൂതന്മാരെ കുറിച്ചാണ് ആ പ്രയോഗം നടത്തുന്നത്. അപ്പോൾ ദൂതന്മാർക്ക് സഭ അറിയിച്ചു കൊടുക്കുന്നു. എന്താണ് അറിയിക്കുന്നത്? നോക്കിയാട്ട്, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം. അപ്പോൾ സഭ മുഖാന്തരം സ്വർഗത്തിലെ ദൂതന്മാർ അറിയുന്ന കാര്യമെന്താണ്? ഒരു വാചകത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജ്ഞാനശില്പമായ സഭയെക്കുറിച്ചാണ് അറിയുന്നത്. ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനശില്പമായ സഭയെക്കുറിച്ച് ദൂതന്മാരറിയാൻ ആഗ്രഹിക്കുന്നു. അതവർക്ക് പ്രധാനപ്പെട്ടതാണ്. സഭ അതവരെ പഠിപ്പിക്കുന്നു എന്നുള്ളത് സഭയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട്
എന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ പ്രാധാന്യത എത്രമാത്രം ഉണ്ടെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഭ ഇവിടെ അധ്യാപികയാണ്, ദൂതന്മാർ ഇവിടെ പഠിക്കുന്നതാണ്, പഠിതാക്കളാണ്. അപ്പോൾ സഭ അധ്യാപികയാണ്, ദൂതന്മാരുടെ അധ്യാപികയാണ്. ദൂതന്മാർ പഠിപ്പിക്കുകയാണ് സഭ ദൂതന്മാരെ സംബന്ധിച്ച് വലിയൊരു അത്ഭുത വിഷയം തന്നെയാണ്. ഇത് സംബന്ധിച്ച് 1 പത്രോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടെ പത്രോസ് പറയുന്നു, അതിലേക്ക് ദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതിലേക്ക് ദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? അറിയാനുള്ള അവരുടെ തീഷ്ണത, അറിയാനുള്ള അവരുടെ താല്പര്യം, സഭയെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയായിരിക്കുന്ന ദൈവസഭ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനമാണ്. അതുകൊണ്ട് അത് ദൂതന്മാർക്ക് ഒരു പഠന വിഷയം എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇവിടെ ബഹുവിധം എന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ പദത്തിൻ്റെ ഗ്രീക്ക് പദത്തിനർത്ഥം പലവിധ വർണ്ണങ്ങളാൽ നെയ്തെടുത്ത വസ്തു എന്നാണ്. പലവിധ വർണ്ണങ്ങളാൽ നെയ്തെടുത്ത വസ്തു എന്നാണ് ബഹുവിധം എന്ന പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കിനർത്ഥം. അങ്ങനെയെങ്കിൽ ഒന്ന് ഓർത്തു നോക്ക്, ദൈവസഭ പലവിധമായ വർണ്ണങ്ങളാൽ അവൾ മനോഹരിയായിരിക്കുകയാണ്. ലോകം സഭയെ എങ്ങനെ നോക്കിക്കണ്ടാലും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ രൂപഭംഗി വരുത്തിയ മനോഹര ജ്ഞാനശില്പമാണ് സഭ. ലോകത്തിൻ്റെ മുൻപിൽ സഭ ഏതുമില്ല. അവർക്കത് ആകർഷണീയമല്ല, അവരത് അനാദരിക്കുന്നു, അവഗണിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ രൂപഭംഗി വരുത്തിയിരിക്കുന്ന മനോഹരമായ ജ്ഞാനശില്പമായ സഭ ദൈവസന്നിധിയിൽ എത്ര മനോഹരിയായിരിക്കുന്നു എന്നുള്ളതും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടായിരിക്കാം സൈമൺ സാറ് ഒരു മേലിലുള്ള യെരൂശലേമേ എന്നുള്ള പാട്ടിനകത്ത് ഇങ്ങനെയൊരു ലൈൻ എഴുതിയിട്ടുണ്ടല്ലോ, ഹാ കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. ദൈവസഭ ഈ ഭൂമിയിൽ ആകർഷണമല്ലാതിരുന്നാലും നാഗനാഥൻ, സ്വർഗത്തിലെ നാഥൻ, അവളുടെ കാന്തൻ അവളിൽ ആനന്ദിക്കുന്നു എന്നുള്ളതാണ്. അത് പഠിക്കാൻ, ആ ബഹുവിധമായ ജ്ഞാനം പഠിക്കാൻ ദൂതന്മാർ താല്പര്യമുള്ളവരാണ്. അങ്ങനെ ദൂതന്മാർക്കും ദൈവസഭ വളരെ പ്രധാനമായിട്ടിരിക്കുന്നു. ഇവിടെ ഒരു സെമിക്കോളൻ കൊടുത്തുകൊണ്ട് ഞാനൊരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് ദൈവസഭ എന്ന മർമ്മം എത്രമാത്രം പ്രധാനമായിട്ടിരിക്കുന്നു ഓരോരുത്തർക്ക് എന്നുള്ളത് ഓർത്തു. ഒന്ന്, പൗലോസിന് എങ്ങനെ പ്രധാനമായിട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് ജാതികൾക്ക്, രക്ഷിക്കപ്പെട്ട ജാതികൾക്ക് അതെങ്ങനെ പ്രധാനമായിട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നാം ഇപ്പോൾ ചിന്തിച്ചതുപോലെ സ്വർഗത്തിലെ ദൂതന്മാർക്ക് എത്രമാത്രം അത് പ്രധാനമായിട്ടിരിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? എത്രമാത്രം പ്രാധാന്യം ദൈവസഭയ്ക്ക് നാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ തരുണത്തിൽ നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. തുടർന്ന് നാം പഠിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ 3 മുതൽ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ സഭയ്ക്ക് വേണ്ടി പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുന്നതായി കാണുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥനയാണത്. 3:14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമുക്കൊരു കാര്യം പഠിക്കാൻ കഴിയുന്നുണ്ട്. എന്താണ്? സഭയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് നിർത്തിയാൽ പോരാ. സഭയ്ക്കു വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി, അവരുടെ ആത്മീയ വളർച്ചയ്ക്കു വേണ്ടി, നിലനിൽപ്പിനു വേണ്ടി, ആത്മീയ ഫലം കായ്ക്കേണ്ടതിനു വേണ്ടി നിരന്തരമായി സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അത് പൗലോസ് നമുക്കൊരു മാതൃകയാണ്. ദാ ഇവിടെ രണ്ടാമത് പ്രാർത്ഥിക്കുന്നു.
ഇവിടുത്തെ വിഷയമെന്താ? പ്രാർത്ഥനാ വിഷയമെന്താ? സഭ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ വിഷയം. ഒന്നാമത്തെ പ്രാർത്ഥന നാം ചിന്തിച്ചു, 1:15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ്. ആ പ്രാർത്ഥനയിലെ വിഷയം എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം സഭയ്ക്കുണ്ടാകണം എന്നുള്ളതായിരുന്നു ആ പ്രാർത്ഥനയിലെ വിഷയം. എന്നാൽ രണ്ടാമത് പ്രാർത്ഥിക്കുന്ന, അതായത് 3:14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലെ പ്രാർത്ഥനയിലെ വിഷയമെന്ന് പറയുന്നത് സഭ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയിൽ പ്രധാനമായും 4 അപേക്ഷകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. 1:15 നാം കണ്ടു. എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 3:14 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ സ്തോത്രം ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് ഏതാണ്ട് ഒരാരാധനയുടെ അവസ്ഥയിൽ, അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഇനിയും അവിടെ ആർക്കൊക്കെയാണ് ഈ പിതാവായിരിക്കുന്നത്, ദൈവം പിതാവായിരിക്കുന്നത്? 14 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പിതാവാണ്. എന്താണ് ഈ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബം എന്ന് പറഞ്ഞാൽ? അത് സഭയെ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോഗമാണ്. സഭയെ ഉദ്ദേശിക്കുന്ന പ്രയോഗമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കുടുംബം എന്ന്, സകല കുടുംബവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ആരാണ്? സ്വർഗത്തിൽ സഭയിലെ അംഗങ്ങൾ പലരും ലക്ഷോപലക്ഷങ്ങൾ മരിച്ച് ഇപ്പോൾ സ്വർഗത്തിലാണ്. സഭയിലെ അംഗങ്ങൾ ലക്ഷോപലക്ഷങ്ങൾ ജീവനോടുകൂടെ ഇന്ന് ഭൂമിയിലാണ്. ഈ അർത്ഥത്തിലാണ് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിൻ്റെയും പിതാവാണ് വലിയവനായ ദൈവം. ആ ദൈവത്തിൻ്റെ മുൻപിലാണ് മുട്ടുകുത്തി സഭയെന്ന കുടുംബത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ പ്രാർത്ഥനയിൽ 4 അപേക്ഷകളാണുള്ളത്. ആ ഒന്നാമത്തെ അപേക്ഷ ബലപ്പെടണം എന്നുള്ളതാണ്. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ നോക്കുക, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അഥവാ സഭ എന്ന കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്ന, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒന്നാമത്തെ അപേക്ഷ സഭ ബലപ്പെടണം. സഭയിലെ വിശ്വാസികൾ ബലപ്പെടണം. എന്തിനാ ബലപ്പെടുന്നത്? നമുക്ക് വലിയ പോരാട്ടമുണ്ട്. ദിവസം തോറും ഒരു പോരാട്ടത്തിലാണ് സഭയും സഭയിലുള്ള അംഗങ്ങളും നിൽക്കുന്നത്. ഈ പോരാട്ടത്തിൽ ശത്രുവിനെ വിജയിക്കണമെന്ന് വരികിൽ അവിടെ ശക്തിയുടെ ആവശ്യമുണ്ടല്ലോ. അതാണ് അവിടെ പറയുന്നു, നിങ്ങൾ ബലപ്പെടണം. എവിടെയാണ് ബലപ്പെടേണ്ടത്? അകത്തെ മനുഷ്യനെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് നമ്മൾ മുൻപും ഒന്ന് ചിന്തിച്ചതാണ്. അകത്തെ മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും, അകമേയുള്ളവനും പുറമേയുള്ളവനും. ഈ പ്രയോഗം പൗലോസിന്റെ എഴുത്തുകളിൽ ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്ന് കേട്ടോളുക. 2 മനുഷ്യന്മാരുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ അകത്തെ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനിലുള്ള ക്രിസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വഭാവം. പുറമേയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? അവനിലുള്ള ആദാമ്യ സ്വഭാവം അല്ലെങ്കിൽ ജഡീക സ്വഭാവം. ഈ രണ്ടും നമ്മൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരൊറ്റ സ്വഭാവമേ മനുഷ്യനിലുള്ളൂ, അത് ആദാമ്യ സ്വഭാവമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനിൽ 2 സ്വഭാവമുണ്ട്. ഒന്ന് ആത്മസ്വഭാവമാണ്, പുറമേയുള്ളത് ജഡസ്വഭാവമാണ്. അകമേയുള്ളത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്, പുറമേയുള്ളത് ആദാമ്യ സ്വഭാവമാണ്. ഈ 2 സ്വഭാവങ്ങളും വിശ്വാസിയിലുണ്ട്.
യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഈ താഴ്ചയുള്ള ശരീരം തേജസ്കരിക്കപ്പെടുന്നതുവരെ ഈ രണ്ട് സ്വഭാവങ്ങളും വിശ്വാസിയിലുണ്ടായിരിക്കും. ഇവ തമ്മിൽ വലിയ പോരാട്ടമാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അത് സംബന്ധിച്ച് പൗലോസ് എന്താ പറയുന്നത്? ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ വലിയൊരു പോരാട്ടമാണ് ഈ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ നടത്തുന്നത്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ജഡസ്വഭാവം പരാജയപ്പെടണമെങ്കിൽ, അതിനെ മരിപ്പിക്കണമെങ്കിൽ അകത്തെ സ്വഭാവം ബലപ്പെടണം, ആത്മസ്വഭാവം ബലപ്പെടണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം ബലപ്പെടണം. അതെങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. നമ്മിൽ വസിക്കുന്ന ആത്മാവിൽ എങ്ങനെ ബലപ്പെടണമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ദൈവത്തിൻ്റെ ആത്മാവ് കൃപയാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിലുമുണ്ട്. ആത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന് ശക്തി കൊടുത്ത് സകലത്തിലും സത്യത്തിൽ നടക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ആത്മാവിനാൽ ബലപ്പെട്ടെങ്കിൽ മാത്രമേ അകത്തെ മനുഷ്യന് ശക്തിയുള്ളൂ എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് തിരുവെഴുത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിനെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുവെന്നാണ് വായിക്കുന്നത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവപുത്രനായ ക്രിസ്തു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടു. ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന നാമും ആ ശക്തിയാൽ ബലപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. തന്നെയല്ല, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 22-ാം വാക്യത്തില് ശൗലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നാണ്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നാണ്. അതെങ്ങനെയാണ് ശക്തി പ്രാപിച്ചത്? ആ 9-ാം അധ്യായം നിങ്ങൾ എടുക്കണം. ആ 22-ാം അധ്യായത്തിന്റെ മുകൾ ഭാഗം പരിശോധിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, അനന്യാസ് ശൗലിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്ക, നീ ആത്മപൂർണനാകേണ്ടതിന് ദൈവം എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ആ പ്രയോഗം ശ്രദ്ധിക്കണം. നീ ആത്മപൂർണനാകേണ്ടതിന്. അതിനുശേഷമാണ് 22-ാം വാക്യത്തിൽ പറയുന്നത്, ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് വായിക്ക്. ഏതൊരു വ്യക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജീവിക്കുന്നുവോ അവൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. വളരെ തെളിവുകൾ അത് സംബന്ധിച്ച് എനിക്ക് നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാനായിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് പോയി എന്നാണ്. അവിടെ എന്താ ഒരു വാക്ക്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇനി അതിൻ്റെ 14-ാം വാക്യം ഏതിൻ്റെ? ലൂക്കോസ് 4:14. 14-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? യേശു ആത്മാവിൻ്റെ ശക്തിയോട് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുക. യേശു ആത്മാവ് നിറഞ്ഞവനായി. 2, യേശു ആത്മാവിൻ്റെ ശക്തിയോട്. ഇവ തമ്മിൽ പൂരകങ്ങളാണ്. എന്താണ് അവിടെ? ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മാവിൻ്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അതെവിടെയാണ് വ്യാപരിക്കുന്നത്? അകത്തെ മനുഷ്യനിലാണ്. അതുകൊണ്ട് ദൈവസഭയും സഭയുടെ അംഗങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിട്ടിരിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 5:18 നമ്മൾ വരും. അപ്പോൾ കുറെ കൂടെ വിശദമായിട്ട് നമുക്ക് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുക. നമ്മളത് പ്രാരംഭത്തിൽ ഓർത്തു. ദൈവത്തിൻ്റെ സഭ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ നടക്കണം. മനുഷ്യന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കേണ്ടതല്ല. ദൈവത്തിൻ്റെ സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം നടക്കണം.
അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ആത്മാവ് സഭകളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ആത്മാവിന്റെ ദൂത് സ്വീകരിച്ച് അനുസരിച്ച് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു പോകുന്ന സഭയ്ക്കാണ് ആത്മാവിന്റെ ശക്തിയുള്ളത്. ഞാൻ അധികം വിവരിച്ച് നീ മുന്നോട്ട് പോകുന്നില്ല. ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഇനി രണ്ടാമത്തെ അപേക്ഷ എന്താണ്? രണ്ടാമത്തെ അപേക്ഷ അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താണ് അവിടെ വായിക്കുന്നത്? അതിൻ്റെ 17-ാം വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. അപ്പോൾ ഇതാ ആ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ അപേക്ഷ. എന്താണ് അപേക്ഷ? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തു വിശ്വാസത്താൽ മർമ്മമെന്ന സഭയിൽ വസിക്കണം. ദൈവസഭയിൽ ക്രിസ്തു വിശ്വാസത്താൽ വസിക്കണം. അങ്ങനെ വസിക്കണമെന്ന് വരികിൽ ഓരോ വ്യക്തിയിലും ക്രിസ്തു വിശ്വാസത്താൽ വസിക്കണം. ഇവിടെ ഒരു വസ്തുത നാം ഓർക്കേണ്ടത്, ലവോദിക്കയ സഭയെ സംബന്ധിച്ച് ഇതിന് വിപരീതമായ ഒരു നിലയാണ് കാണാൻ കഴിയുന്നത്. ലവോദിക്കയ സഭയിൽ ക്രിസ്തു വസിക്കുന്നില്ലായിരുന്നു. നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നല്ലേ വായിക്കുന്നത്? അപ്പോൾ ലവോദിക്കയ സഭയുടെ വാതിലിൽ യേശു മുട്ടുകയാണ്. എവിടെ നിന്നാണ് മുട്ടുന്നത്? അകത്ത് നിന്നല്ലല്ലോ, പുറത്തു നിന്നാണ് മുട്ടുന്നത്. എന്തിനു വേണ്ടിയാണ് മുട്ടുന്നത്? അകത്തേക്ക് വരാനാണ് മുട്ടുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ലവോദിക്കയ സഭ അവരൊന്നിച്ചു കൂടി വരുന്നെങ്കിലും യേശു ക്രിസ്തു അവിടെ വസിക്കുന്നില്ല. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് അനേക സഭകൾക്കും വന്നിരിക്കുന്ന ഒരപജയം അത് തന്നെയാണ്. കാര്യാദികളൊക്കെ നന്നായി നടക്കുന്നുണ്ട്, ശുശ്രൂഷകളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം പലയിടങ്ങളിൽ ഇല്ല എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു വിഷയമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുക, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കണം. ഇവിടെ വസിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ഥിരമായി വസിച്ച് വീട് പോലെ കഴിയുക. സ്ഥിരമായി വസിക്കുക അതൊരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താണ്? കേട്ടോളുക. ക്രിസ്തുവുമായി ഒരാഴമേറിയ ബന്ധം സഭയ്ക്കുണ്ടാകുക, അതാണ് അവിടുത്തെ വിഷയം. ക്രിസ്തുവുമായിട്ടുള്ള ഒരാഴമേറിയ ബന്ധം വിശ്വാസികൾക്കുണ്ടാകണം. അങ്ങനെ ക്രിസ്തുവുമായി ആഴമേറിയ ഒരു ബന്ധം വിശ്വാസികൾക്കുണ്ടാകുമ്പോൾ ദൈവത്തിനു സ്തോത്രം, സഭയും ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് വരും. അത് പൗലോസ് ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേവലം ഒരു അതിഥിയെ പോലെയാണോ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ കർത്താവായിട്ടല്ലേ സ്വീകരിച്ചത്? അതല്ലേ നാം തിരുവെഴുത്തിലും കാണുന്നത്? യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയണമെന്ന, രക്ഷിതാവായി ഏറ്റുപറയണമെന്നല്ല. രക്ഷിതാവായി നാം സ്വീകരിക്കുന്നു, എന്നാൽ ഏറ്റുപറയുന്നത് എങ്ങനെയാ? യേശു കർത്താവെന്നാണ്. ഫിലിപ്പി ലേഖനത്തിലും അങ്ങനെയല്ലേ വായിക്കുന്നത്? 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപറയണം എന്നവിടെ വായിക്കുന്നില്ലേ? അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക. കർത്താവെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കർത്തൃത്വം നടത്തുന്നവൻ. കർത്തൃത്വം നടത്തുന്നവൻ. യേശു കർത്തൃത്വം നടത്തുന്ന ജീവിതത്തിൽ അവിടുന്ന് കേവലം ഒരതിഥിയെ പോലെ വസിക്കുകയല്ല, അവിടുന്ന് സ്ഥിരമായി വസിച്ച് നമ്മെ ഭരിക്കുകയാണ്, സഭയെ ഭരിക്കുകയാണ്, കർത്തൃത്വം നടത്തുകയാണ്. അങ്ങനെയുള്ള സഭകൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്നുള്ളത് നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ അപേക്ഷ എന്താണ്? 3-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിലാണ്. അവിടെ പറയുന്നു, ആഴം അറിയണം.
ഏതിൻ്റെ ആഴമാണ് അറിയേണ്ടത്? സ്നേഹത്തിൻ്റെ ആഴം അറിയണം. 17ഉം 18ഉം വാക്യങ്ങൾ: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ, അഥവാ അറിയുവാൻ. അപ്പോൾ ഒന്ന് നോക്ക്, നിങ്ങൾ ആഴം അറിയണം. ഏതിൻ്റെ ആഴമാണ്? സ്നേഹത്തിൻ്റെ ആഴം അറിയണം. അവിടെ പറയുന്ന സ്നേഹം എന്ത് സ്നേഹമാണ്? 2 വ്യാഖ്യാനം അത് സംബന്ധിച്ചുണ്ട്. ഒന്ന്, ദൈവസ്നേഹം എന്നൊരു വ്യാഖ്യാനമുണ്ട്. 2, പരസ്പരമുള്ള സ്നേഹമെന്നും ഒരാശയമുണ്ട്. ഇത് രണ്ടും ശരിയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയുമ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ ആഴവും നമ്മൾ അറിയുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഒരു വിശ്വാസി എത്രമാത്രം ഇറങ്ങിപ്പോകുന്നോ അതനുസരിച്ചാണ് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആഴവും വർദ്ധിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇന്ന് പലപ്പോഴും പരസ്പരമുള്ള സ്നേഹം ഒരു ഉപരിപ്ലവമായി മാറുന്നുണ്ട്. അങ്ങനെ ഉപരിപ്ലവമായി മാറുന്ന ആ സ്നേഹത്തിന് കഴമ്പ് കാണുകയില്ല, അതിന് കാതല് കാണുകയില്ല. അത് ക്ഷണത്തിൽ അങ്ങ് ഇല്ലാതായി തീരുന്നതാണ്. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങണം. ആഴത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നാം കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ ആഴം അറിയുവാനായി 2 വാക്കുകൾ അവിടെ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. നോക്ക്, ഒന്ന് വേരൂന്നുക, രണ്ടാമത്തേത് അടിസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. വേരൂന്നുക എന്നുള്ളത് നമുക്കറിയാം, സസ്യലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ്. വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് വൃക്ഷത്തിൻ്റെ കരുത്തും ഇരിക്കുന്നത്. ഇതുപോലെ അടിസ്ഥാനപ്പെടുക എന്ന് പറയുന്നത് അത് കെട്ടിടവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കെട്ടിടത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് അതിൻ്റെ ആഴത്തിലുള്ള അടിസ്ഥാനമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം അറിയാൻ പൗലോസ് ഉപയോഗിക്കുന്ന 2 പദങ്ങൾ. ഒന്ന്, വേരൂന്നുക. അത് വൃക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു വൃക്ഷത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്, വളർച്ചയെന്ന് പറയുന്നത് ആ വേര് മണ്ണിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതനുസരിച്ചാ. അടിസ്ഥാനപ്പെടുക എന്നൊരു പദവും അവിടെ ഉപയോഗിക്കുന്നു. അത് കെട്ടിടത്തോട് ബന്ധപ്പെട്ടതാണ്. ഒരു കെട്ടിടം ഉറപ്പുള്ളതായി തീരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ആഴത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ 2 പ്രയോഗത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ സ്നേഹം ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ ജീവിതത്തിൻ്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ വന്ന് കഴിയുമ്പോൾ ആ സ്നേഹം നമുക്ക് അറിയുവാൻ കഴിയും. ഇനിയും അവിടെ അറിയുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെതായ ഒരു വിസ്തൃതിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അതിൻ്റെ വീതി, നീളം, ഉയരം, ആഴം. നോക്കൂ, ഇത് ഗണിതശാസ്ത്രപ്രകാരം ശരിയല്ലേ? അതിൻ്റെ 4 വശങ്ങളും പറയുകയാണ്. ദൈവസ്നേഹത്തിലേക്ക് ആഴത്തിൽ അടിസ്ഥാനമിട്ടാൽ, ദൈവസ്നേഹത്തിലേക്ക് ആഴത്തിൽ വേരൂന്നിയാൽ ആ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും നീളവും വീതിയും നമുക്കറിയാനായിട്ട് കഴിയും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്രമാത്രം അത് സാധിക്കുന്നുണ്ട്? നമ്മൾ അതിലൊക്കെ വലിയ പരാജിതരായിട്ടല്ലേ ഇരിക്കുന്നത്? ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ എത്ര പേര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. തന്നെയല്ല, ഈ ഉയരവും ആഴവും നീളവും വീതിയും എങ്ങനെ അറിയണമെന്നാ പറയുന്നത്? കേട്ടോളൂ, അതിൻ്റെ 18-ാം വാക്യത്തിൽ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. അപ്പോൾ ഓർക്ക്, വിശുദ്ധന്മാർ ഒന്നിച്ചുകൂടി ആ ദൈവ സ്നേഹത്തെ കുറിച്ച്
ഇങ്ങനെ ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, ഒരാൾക്ക് കിട്ടുന്ന ചിന്തയല്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്, ആ ആൾക്ക് കിട്ടുന്ന ചിന്തയല്ല വേറൊരാൾക്ക് കിട്ടുന്നത്, ആ ആൾക്ക് കിട്ടുന്നതല്ല വേറെ ഒരാൾക്ക് കിട്ടുന്നത്. അങ്ങനെ വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് ദൈവസ്നേഹത്തെ കുറിച്ച് അങ്ങോട്ട് ധ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ ആഴവും ഉയരവും വീതിയും നീളവും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. അതെത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അനേകർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവരുടെയൊക്കെ പശ്ചാത്തലത്തെ കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ എന്ന് വരികിലും ഞാൻ പറയട്ടെ, ഈ വേർപെട്ട ദൈവജനത്തിൻ്റെ മധ്യേ കർത്തൃമേശയുടെ സമയത്ത് ദൈവ മക്കൾ സഹോദരന്മാർ മാറി മാറി എഴുന്നേറ്റ് നിന്ന് ധ്യാനം നടത്താറുണ്ട്. എന്താണ് ആ ധ്യാനത്തിലെ വിഷയം? ദൈവസ്നേഹമാണ്. ഒരാൾ ഒരു വേദഭാഗം എടുത്ത് ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്നു, അപ്പോൾ അടുത്തയാള് എഴുന്നേറ്റ് ദൈവസ്നേഹത്തെ കുറിച്ച് മറ്റൊരു ഭാഗം എടുത്തു പറയുന്നു. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒന്നിച്ച് ചേരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നാലാമത്തെ അപേക്ഷയായിട്ട് പറയുന്നത് നിറയണം എന്നുള്ളതാണ്. ഇതിൻ്റെ 19ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. 19ന്റെ ആ ഒടുവിലത്തെ വാക്യം എന്തിലാണ് നിറയേണ്ടത് എന്നവിടെ പറയുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് കേൾക്ക്. ദൈവത്വത്തിൻ്റെ സ്വഭാവമുണ്ട്. ദൈവത്വത്തിൻ്റെ സ്വഭാവമുണ്ട്. അത് ദൈവത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്നതാണ്. അത് മനുഷ്യനിലേക്ക് പകരാൻ കഴിയുന്നതല്ല. അതെന്തൊക്കെയാണ്? നിത്യൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഇതെല്ലാം ദൈവത്വത്തിൻ്റെ ഗുണങ്ങളാണ്. അത് മനുഷ്യനിലേക്ക് പകരാൻ കഴിയുകയില്ല. എന്താ കാര്യം? ദൈവം പറയുന്നുണ്ട്, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇത് ദൈവമഹത്വമാണത്. എന്നാൽ മനുഷ്യനിലേക്ക് പകരാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. അത് ധാർമ്മിക സ്വഭാവങ്ങളാണ്. അതേതൊക്കെയാണ്? വിശുദ്ധി, സ്നേഹം, മനസ്സലിവ്, ദയ, കരുണ, ഇവയെല്ലാം ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണങ്ങളാണ്. അത് മനുഷ്യനിലേക്ക് പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളും നിറഞ്ഞു വരാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ നിറയണമെന്നല്ല, ദൈവത്തിൻ്റെ സർവശക്തിയിൽ നിറയണമെന്നല്ല, ദൈവത്തിൻ്റെ സർവവ്യാപിത്വത്തിൽ നിറയണമെന്നല്ല, ദൈവത്തിൻ്റെ നിത്യത്വത്തിൽ നിറയണമെന്നല്ല. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയണം. ദൈവം കരുണയുള്ളവനാകയാൽ ആ കരുണയിൽ നിറയണം. ദൈവത്തിൻ്റെ മനസ്സലിവിൽ നിറയണം. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിറയണം. അതാണ് ഇവിടെ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. ഇത് സംബന്ധിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വചനവും ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ കഴിയുന്നതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം നാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണത്. അത് അവസാനിപ്പിക്കുന്ന സമയത്ത്, 5-ാം അധ്യായം അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? മത്തായി 5:48 കേട്ടോളുക. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിപ്പീൻ. സ്തോത്രം. അതാണ് ഇവിടെ നിറയാൻ പറയുന്നത്. നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരാകണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവത്തിലുള്ള സൽഗുണങ്ങൾ നമ്മിലേക്ക് വരണം. ആ സൽഗുണങ്ങളിൽ നമ്മൾ നിറഞ്ഞു വരണം. അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ നിറവോളം നിറഞ്ഞു വരണമെന്നുള്ളത്. നോക്ക്, ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ താല്പര്യമല്ലേ അത്? നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ സഭയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയുണ്ട്? അത് വളരെ ഉന്നതമായിരിക്കണം, അത് ദീർഘമായിരിക്കണം, അത് വ്യക്തമായൊരു കാഴ്ചപ്പാടായിരിക്കണം. ദൈവം കാണുന്നത് പോലെ നാം സഭയെ കാണണം. അതിൻ്റെ പ്രാധാന്യതയെ വെളിപ്പെടുത്തുന്നതാണ് സഭ
ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണമെന്നുള്ളത്. അങ്ങനെ ആ പ്രാർത്ഥനയും 4 അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിലെ 4 അപേക്ഷകൾ ഒന്നുകൂടെ പറയാം. 1, സഭ ആത്മാവിനാൽ ബലപ്പെടണം. 2, സഭയിൽ ക്രിസ്തു വിശ്വാസത്താൽ വസിക്കണം. 3 നാം ഓർത്തു, മൂന്നാമതായി സഭയെ ആഴമറിയണം. ദൈവസ്നേഹത്തിൻ്റെ ആഴം സഭ അറിയണം. ഏറ്റവും ഒടുവിലായി 4, സഭ ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണം. നാം ചിന്തിച്ചു, സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ സഭ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയോഗമാണ്. 1-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നാം അത് കാണുന്നത്. സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ സഭ. അപ്പോൾ സഭ നിറഞ്ഞിരിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിലും ആ പ്രയോഗമുണ്ട്. അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുക. അതാണ് സഭ ചെയ്യേണ്ടത്. ഈ സഭ, അങ്ങനെയുള്ള സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങനെ 3-ാം അധ്യായവും ഇവിടെ അവസാനിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 4-ാം അധ്യായത്തിലെ വിഷയമെന്ന് പറയുന്നത് സഭ ഒരു പുതിയ സൃഷ്ടി എന്നുള്ളതാണ്. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ സഭ ഒരു ശരീരം, 2-ാം അധ്യായത്തിൽ സഭ ഒരു മന്ദിരം, 3-ാം അധ്യായത്തിൽ സഭ ഒരു മർമ്മം, 4-ാം അധ്യായത്തിൽ സഭ ഒരു പുതിയ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സഭ. നമ്മൾ ആദ്യത്തെ 3 അധ്യായങ്ങൾ പഠിച്ചപ്പോൾ ക്രിസ്തുവിൽ സഭയുടെ ധനത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. എന്നാൽ ഈ 4-ാം അധ്യായം മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ, അഥവാ ഒടുവിലത്തെ 3 അധ്യായങ്ങളിൽ ക്രിസ്തുവിൽ സഭയുടെ ഉത്തരവാദിത്വമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ക്രിസ്തുവിൽ സഭയുടെ ധനവും, ഒടുവിൽ വരുന്ന 3 അധ്യായങ്ങളിൽ ക്രിസ്തുവിൽ സഭയുടെ ഉത്തരവാദിത്വവുമാണ്. വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ, ആദ്യ ഭാഗം 3 അധ്യായങ്ങൾ അടങ്ങുന്ന ആദ്യ ഭാഗം 1-ാം ഭാഗത്ത് സഭയുടെ ധനത്തെ കുറിച്ച് പറയുന്നു. 1, 2, 3 അധ്യായങ്ങൾ, അതാണ് 1-ാം ഭാഗം. അവിടെ സഭയുടെ ധനത്തെ കുറിച്ച് പറയുന്നു. 2-ാം ഭാഗം, അതായത് 4 മുതൽ 6 വരെയുള്ള 2-ാം ഭാഗം, അവിടെ സഭയുടെ നടപ്പിനെ കുറിച്ച് പറയുന്നു. നമ്മൾ ഇനി ചിന്തിക്കുന്നത് അതാണ്, സഭയുടെ നടപ്പ്. അത് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുക. എങ്ങനെയൊക്കെയാണ് സഭ നടക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ടതാ. നമുക്കിനി 2 ക്ലാസ്സുകൾ കൂടെ ഉണ്ട്. നിശ്ചയമായും ഇത് ഫ്രീ ആയിട്ട് നമുക്കെടുത്ത് തീർക്കാൻ കഴിയും. എന്താണ് സഭ, എങ്ങനെയൊക്കെ നടക്കണമെന്നാണ് ഈ 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോളുക. 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സഭ ഐക്യത്തിൽ നടക്കണം. 2, 4-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സഭ പക്വതയിൽ നടക്കണം. 4-ാം അധ്യായം 17 മുതൽ 5-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധിയിൽ നടക്കണം. 5-ാം അധ്യായം 18 മുതൽ 6-ാം അധ്യായം 9 വരെ യോജിപ്പിൽ അഥവാ ഒത്തൊരുമയിൽ നടക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ഈ പുസ്തകത്തിൻ്റെ 2-ാം ഭാഗമാണ്. ആ 2-ാം ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നടപ്പ് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എന്നവിടെ പറയുന്നു 3 അധ്യായങ്ങളിലായി. 4-ന്റെ 1 മുതൽ 7 വരെ ഐക്യത്തിൽ നടക്കുക, 4-ന്റെ 8 മുതൽ 16 വരെ പക്വതയിൽ നടക്കുക, 4-ന്റെ 17 മുതൽ 5-ന്റെ 17 വരെ വിശുദ്ധിയിൽ നടക്കുക, 5-ന്റെ 18 മുതൽ 6-ന്റെ 9 വരെ യോജിപ്പിൽ നടക്കുക. നോക്ക്, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇങ്ങനെയുള്ള നടപ്പാണ് രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ നടപ്പിലേക്ക് വരാം. 4:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഐക്യത്തിൽ നടക്കുക അഥവാ ഐക്യം. നിങ്ങളൊരു വസ്തുത ഓർക്കേണ്ടത്, ഈ 4-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അത് 32 വാക്യങ്ങളാണുള്ളത്. 4-ാം അധ്യായത്തിന് 32 വാക്യങ്ങളാണ് ഉള്ളത്. 32 വാക്യങ്ങൾ അടങ്ങുന്ന ഈ 4-ാം അധ്യായത്തെ 3 പദങ്ങളിൽ നമുക്ക് സംക്ഷേപിക്കാൻ കഴിയും. 3 പദങ്ങളിൽ നമുക്ക് സംക്ഷേപിക്കാൻ കഴിയും. എന്താണ്? ഒന്നാമത്തേത് ഐക്യമാണ്, രണ്ടാമത്തേത് പക്വതയാണ്, മൂന്നാമത്തേത് വിശുദ്ധിയാണ്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വാക്യം ഉൾപ്പെടെ പറയാം. 1 ഐക്യം, 4:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ വാക്ക് പദം പക്വത, അത് 4:7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത് വിശുദ്ധി, അത് അതിൻ്റെ ഒടുവ് വരെയുള്ള വാക്യങ്ങൾ, അതായത് 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ചുരുക്കത്തിൽ 4-ാം അധ്യായത്തെ 3 പദങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുവാനായിട്ട് കഴിയും. 1 ഐക്യം, 2 പക്വത, മൂന്നാമത്തേത് വിശുദ്ധിയാണ്. ഇനി ഐക്യത്തിൽ നടക്കുക 4:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് സഭയുടെ ക്രിസ്തുവിലുള്ള ഐക്യമാണ് വിഷയം. സഭ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കണം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ 22 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പിതാവിനോട് പുത്രൻ പറയുന്ന ഒരു കാര്യം, ഒരു ആഗ്രഹം പറയുന്നുണ്ട്. എന്താ? പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഐക്യത്തിൽ തികഞ്ഞവരാകണമെന്നാണ്. നോക്ക്, എത്ര വലിയ താല്പര്യമാണ് കർത്താവിന് തൻ്റെ സഭയെക്കുറിച്ചുള്ളത്. ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം. ആ വസ്തുതയാണ് ഇവിടെയും കൊണ്ടുവരുന്നത്. ദൈവസഭ ഐക്യത്തിൽ തികഞ്ഞവരാകണം, അല്ലെങ്കിൽ സഭ ബലഹീനമായി മാറും. അത് പാടില്ലാത്തതാണ്. ശത്രുവിൻ്റെ മുൻപാകെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഐക്യത്തിൽ തികഞ്ഞവരായി തീരണം. ഇവിടെ നാം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഐക്യത്തെ സംബന്ധിച്ചുള്ള 4 കാര്യങ്ങൾ കാണാൻ കഴിയും. എന്താണ് ഈ 4 കാര്യങ്ങൾ? 1 ഐക്യത്തിനുള്ള പ്രബോധനമാണ്. ഐക്യത്തിനുള്ള പ്രബോധനമാണ്. അതെങ്ങനെ നമുക്കറിയാം? നോക്കിയേ, കർത്തൃസേവ നിമിത്തം 1-ാം വാക്യം, ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രബോധനം? 3-ാം വാക്യം നോക്കിയേ, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കേ. അപ്പോൾ പൗലോസിന്റെ പ്രബോധനം എന്താണ്? ആത്മാവിൻ്റെ ഐക്യമാണ്. അപ്പോൾ ഇത് ഐക്യത്തിനുള്ള പ്രബോധനമാണ് ഈ ഭാഗത്ത് ആദ്യം കാണുന്നത്. ഞാനിവിടെ പറയട്ടെ, ദൈവസഭകളിൽ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവര് എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, നമ്മുടെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സഭയെ ഐക്യത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ പ്രബോധനം കൊണ്ട്, നമ്മുടെ ഉപദേശം കൊണ്ട് സഭയിൽ അനൈക്യമുണ്ടാകാനിടയാകരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അനൈക്യമുണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രബോധനത്താൽ സഭയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കണം. അത് നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഐക്യത്തിനുള്ള പ്രബോധനം നാം അവിടെ കാണുന്നുണ്ട്. ഇനി രണ്ടാമത് ഐക്യത്തിനുള്ള വിളി നാം കാണുന്നുണ്ട്. ഈ വേദഭാഗത്ത് ഐക്യത്തോടുള്ള ബന്ധത്തിലെ രണ്ടാമത്തേത് ഐക്യത്തിനുള്ള വിളിയാണ്. 4-ാം അധ്യായം 1-ാം വാക്യം തന്നെ വീണ്ടും നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ട്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമെണ്ണം.
നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. എന്താണ് ആ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം? നോക്കെ 3-ാം വാക്യം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ വിളിയുടെ യോഗ്യത എന്താണ്? ഐക്യത്തിൽ നടക്കുക എന്നുള്ളതാ. ഇത് നിങ്ങൾ ചേർത്ത് ചിന്തിക്കണം. വിളിയുടെ യോഗ്യത എന്താണ്? ഐക്യത്തിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദൈവസഭ, സഭയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിളിക്കപ്പെട്ടവരുടെ കൂട്ടമല്ലേ? അങ്ങനെ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭ ആ വിളിക്ക് യോഗ്യമായി നടക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥമെന്താണ്? അവരെ വിളിച്ചിരിക്കുന്നത് ഐക്യത്തിൽ നടക്കാനാണ്. അങ്ങനെ ഐക്യത്തിൽ നടക്കുന്നതാണ് ആ വിളിയുടെ യോഗ്യത അനുസരിച്ച് സഭ നടക്കുന്നത്. അപ്പോൾ ആ വിളിക്കുള്ള ഐക്യത്തിനുള്ള വിളി നാം അവിടെ കാണുന്നു. ഇനിയും ഐക്യത്തെ സംബന്ധിച്ച് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ കാര്യം ഐക്യത്തിനുള്ള കൃപകളാണ്. ഐക്യത്തിനുള്ള കൃപകൾ അത് 2-3 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. എന്താണ് 2-3 വാക്യങ്ങളിൽ ആ കൃപ? കേട്ടോളുക, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അതാണ് കൃപ. ഐക്യത്തിൽ നടക്കാനുള്ള കൃപകൾ അതാ. നിങ്ങൾ ആ 2-3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് എണ്ണിയാൽ 7 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിനയം, സൗമ്യത. നിങ്ങൾ ആ ഭാഗം നോക്കിക്കേ, 2-3 7 കാര്യങ്ങൾ, 7 കൃപകൾ. വിനയം, സൗമ്യത, ദീർഘക്ഷമ, സ്നേഹം, ക്ഷമ അല്ലെങ്കിൽ പൊറുക്കുക, സമാധാനം, ഏറ്റവും ഒടുവിൽ ശ്രമിക്കുക. ശ്രമിക്കുക ഇതിനകത്തുള്ളതാ. ഐക്യത്തിന് ശ്രമിക്കുക, അനൈക്യത്തിന് ശ്രമിക്കുകയല്ല, ഐക്യത്തിന് ശ്രമിക്കുക. അതൊരു കൃപയാണ്. അപ്പോൾ ഈ 7 കൃപകൾ നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം. വിനയമുള്ളിടത്ത് ഐക്യമുണ്ട്. വിനയത്തിന്റെ എതിർഭാഗമാണ് നിഗളം. നിഗളമുള്ളിടത്ത് ഐക്യമില്ല. 2 സൗമ്യതയുള്ളിടത്ത് ഐക്യമുണ്ട്. സൗമ്യതയില്ലാത്തടത്ത് ഐക്യമില്ല. ദീർഘക്ഷമയുള്ളിടത്ത് ഐക്യമുണ്ട്. അതില്ലാത്തടത്ത് ഐക്യമില്ല. സ്നേഹമുള്ളിടത്ത് ഐക്യമുണ്ട്. പകയുള്ളിടത്ത് ഐക്യമില്ല. ക്ഷമ അല്ലെങ്കിൽ പൊറുക്കുന്നിടത്ത് ഐക്യമുണ്ട്. പൊറുക്കാത്തടത്ത് ഐക്യമില്ല. പിന്നെ സമാധാനം, അത് ഉള്ളിടത്ത് ഐക്യമുണ്ട്. ഐക്യമില്ലെങ്കിൽ സമാധാനമില്ല. 3-ാമത് അതിനായി ശ്രമിക്കുക. ആര് ശ്രമിക്കണം? എൽഡേഴ്സ് ശ്രമിച്ചാൽ മാത്രം മതിയോ? സുവിശേഷകന്മാർ മാത്രം ശ്രമിച്ചാൽ മതിയോ? ഉപദേഷ്ടാക്കന്മാർ മാത്രം ശ്രമിച്ചാൽ മതിയോ? അല്ല. ആ സഭയിലെ എല്ലാ വ്യക്തികളും എല്ലാ അംഗങ്ങളും ഐക്യത്തിനായി ശ്രമിക്കണം എന്നുള്ള വലിയ സത്യം നാം ഇവിടെ കാണുന്നു. ഈ 7 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈ കൃപകൾ ഉണ്ടെങ്കിൽ ദൈവസഭ ഐക്യത്തിൽ മുന്നോട്ട് പോകും. ഇനിയും ഈ ഐക്യമെന്ന വിഷയത്തിൽ 4-ാമതായി ഒടുവിലായി ഉള്ളത് ഐക്യതയ്ക്കുള്ള പ്രതലമാണ്. ഐക്യതയ്ക്കുള്ള പ്രതലം അല്ലെങ്കിൽ അടിസ്ഥാനം. എന്താണ് ഐക്യത്തിനുള്ള പ്രതലം അല്ലെങ്കിൽ അടിസ്ഥാനം? 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എന്താണ്? 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കേട്ടോളുക. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവത്തിന് സ്തോത്രം. ഈ ഐക്യം സഭയിൽ നിലനിർത്താൻ, ഐക്യത്തിൽ സഭ നടക്കാൻ ഉള്ള 4-ാമത്തെ കാര്യം ഐക്യതയ്ക്കുള്ള പ്രതലം, അടിസ്ഥാനം. അവിടെയും 7 കാര്യങ്ങൾ നമുക്ക് കാണാം. ഐക്യം നിലനിർത്താൻ ആവശ്യമായ 7 കാര്യങ്ങൾ പ്രതലത്തോടുള്ള ബന്ധത്തിൽ നമുക്കവിടെ കാണാം. എന്താണത്? ആ ഭാഗങ്ങളൊക്കെ നോക്കിയാലുണ്ടല്ലോ, അവിടെയെല്ലാം ഏകം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകം. ഏകം നോക്കിയേ നിങ്ങൾ ആ ഭാഗം 4 മുതൽ 7 വരെ ഏകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. അത് തന്നെ ഐക്യതയെ വെളിപ്പെടുത്തുന്നതാണല്ലോ. ഏക പ്രത്യാശ,
ഇല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. ഏക പ്രത്യാശ, ഏക ശരീരം, ഏക ആത്മാവ്, ഏക കർത്താവ്, ഏക വിശ്വാസം, ഏക സ്നാനം, ഏക പിതാവ്. ഇതെല്ലാം ഏകമാണ്. എങ്ങനെ നമുക്ക് അനൈക്യത്തിൽ പോകാൻ കഴിയും? ഇതെല്ലാം ഏകമല്ലേ? പലതല്ലല്ലോ. പല വിശ്വാസമല്ലല്ലോ, പല പ്രത്യാശയല്ലല്ലോ, പല ആത്മാവല്ലല്ലോ, പല സ്നാനമല്ലല്ലോ, പല കർത്താക്കന്മാരല്ലല്ലോ, പല പിതാക്കന്മാരല്ലല്ലോ, പല വിശ്വാസമല്ലല്ലോ. ഇതെല്ലാം ഏകമാണ്. ആ ഏകമായ ആ പ്രതലം നമ്മെ സഭയെ ഐക്യത്തിൽ നടക്കുവാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ ഐക്യത്തോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. 1, ഐക്യത്തിനുള്ള പ്രബോധനം. 2, ഐക്യത്തിനുള്ള വിളി. 3, ഐക്യത്തിനുള്ള കൃപകൾ. 4, ഐക്യത്തിന്റെ പ്രതലം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു. അടുത്തത് പക്വതയാണ്. നമ്മുടെ സമയം തീരാറായി. 5 മിനിറ്റും കൂടെ എൻ്റെ ഈ ഫോണിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫോണിലും അത്രയും ആകുമെന്ന് ഞാൻ കരുതുന്നു. 5 മിനിറ്റും കൂടിയുണ്ട്. അവിടെ പക്വത എന്ന വിഷയമെടുത്ത് ഒന്ന് വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സഭയിൽ ഐക്യമുള്ളപ്പോൾ പക്വതയുണ്ട്. പക്വതയുള്ളപ്പോൾ ഈ 3 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാ കേട്ടോ. ഐക്യമുള്ളിടത്ത് പക്വതയുണ്ട്, പക്വതയുള്ളിടത്ത് വിശുദ്ധിയുണ്ട്, പക്വതയുള്ളിടത്ത് വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് വിശുദ്ധിയോടെ വിശുദ്ധി വേണം, വിശുദ്ധി വേണം, വിശുദ്ധി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ആദ്യം ഐക്യമുണ്ടാകണം. ആ ഐക്യം പക്വതയിലേക്ക് നടത്തുന്നു. ആ പക്വത നമ്മെ വിശുദ്ധിയിലേക്ക് നടത്തുന്നു. നോക്ക്, ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രമാനുക്രമമായ വളർച്ചയാണത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പക്വത 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ്. ദൈവസഭ പക്വതയുള്ളതായിരിക്കണം, പക്വതയിൽ നടക്കണം. ദൈവസഭ പക്വതയിൽ നടക്കാൻ ദൈവം അതിന് ദാനങ്ങളെ തന്നിട്ടുണ്ട്. ദൈവസഭ പക്വതയിൽ നടക്കേണ്ടതിന് കർത്താവ് ദാനങ്ങളെ തന്നിട്ടുണ്ട്. ആ ദാനങ്ങളാണ് 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. എന്താണ്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചില ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവിടെ 5 ദാനങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് കേൾക്കണം. കർത്താവ് സഭയെ പക്വതയിൽ കൊണ്ടുപോകേണ്ടതിനായി 5 ദാനങ്ങളെ തന്നിട്ടുണ്ട്. ഈ 5 ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് വേഗത്തിലൊന്ന് വായിക്കട്ടെ. 4-8 മുതൽ 10 വരെ നോക്ക്. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. നോക്കണം, അവിടെ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇതൊരു സങ്കീർത്തനം, 68-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിന്റെ ഉദ്ധരണിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ്. സങ്കീർത്തനം 68-18 അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തുവെന്നാണ്. ആ ദാനങ്ങളാണ് 11-ാം വാക്യത്തിൽ പറയുന്ന 5 കൂട്ടര്: അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്. അങ്ങനെ 5 ദാനങ്ങൾ സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. മറ്റു വിഷയങ്ങളെ ഉയരത്തിൽ കയറിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് നിവൃത്തിയില്ല. ആരെങ്കിലും എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. കാരണം എഫേസ്യ ലേഖന പഠനമല്ല നമ്മുടെ വിഷയം, എഫേസ്യ ലേഖനത്തിലെ സഭയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് മരിച്ചുയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവ് ഉയരത്തിൽ കയറിയതിനു ശേഷം തൻ്റെ സഭയ്ക്ക്, തൻ്റെ മനുഷ്യർക്ക് പക്വതയിൽ ജീവിക്കേണ്ടതിനുള്ള ദാനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഈ 5 ദാനങ്ങൾ, ഈ 5 ദാനങ്ങളുടെ ശുശ്രൂഷയാൽ വേണം സഭ പക്വമായി പോകേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും സുവിശേഷകന്മാരുടെയും ഇടയന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ശുശ്രൂഷകൾ കൊണ്ട് സാധിക്കേണ്ടത് സഭ പക്വതയിൽ നടക്കുക എന്നുള്ളതാണ്.
അവരുടെ ശുശ്രൂഷകളാൽ സഭ പക്വതയിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത് ഈ ലീഡേഴ്സ് പക്വതയുള്ളവരായിരിക്കണം. ലീഡേഴ്സ് പക്വതയുള്ളവരായിരിക്കണം. ലീഡേഴ്സിന് പക്വതയില്ലെങ്കിൽ സഭയ്ക്കും പക്വത കാണുകയില്ല. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു ചെറിയ കവിത, മുമ്പേ പോകുന്ന ഗോവു തന്റെ പിമ്പേ ഗമിച്ചിടും ബഹുഗോക്കളല്ല. ശരിയല്ലേ? ലീഡേഴ്സ് പക്വമതികളല്ലെങ്കിൽ അണികൾക്ക് എങ്ങനെ പക്വതയോടുകൂടെ പോകാൻ കഴിയും? അപ്പോൾ ലീഡേഴ്സിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ക്ഷിപ്രകോപികളാകാൻ പാടില്ല. ക്ഷിപ്രകോപം എന്ന് പറയുന്നത് പക്വതയുടെ ലക്ഷണമല്ല. പകയും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് പക്വതയുടെ ലക്ഷണമല്ല. ലീഡേഴ്സ് ആണോ, ഞാൻ വ്യക്തമായി പറയട്ടെ, വലിയ ചെലവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പണം കൊണ്ടുള്ള ചെലവല്ല ഈ പറയുന്നത്. വിട്ടുവീഴ്ച മനോഭാവം, ഏത് പൊറുക്കാനും സഹിക്കാനും വഹിക്കാനും ഒക്കെ അവർക്ക് സാധിക്കണം. അതൊക്കെ ഞാൻ വരുന്നുണ്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് പോലെ ഓർമ്മിപ്പിച്ചു കൊള്ളാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ദൈവപുത്രനായ കർത്താവ് തന്റെ സഭയുടെ പക്വതയ്ക്കും വളർച്ചയ്ക്കുമായി 5 ദാനങ്ങളെ കൊടുത്തിരിക്കുന്നു. അടുത്ത ഒരു കാര്യം കൂടെ പറയുമ്പോൾ നേരെ ചൊവ്വയാ പറയുന്നത്, ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ചിലപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത് എതിരുപോലെ തോന്നിപ്പോകും. അങ്ങനെ ചിന്തിക്കരുത്. ഈ 5 ദാനങ്ങളിൽ ഇന്ന്, ഈ കൃപായുഗത്തിൽ ഇന്ന് സഭയെ പക്വതയിൽ നടത്താൻ പ്രധാനമായും 3 ദാനങ്ങളേയുള്ളൂ. ഏതാണ് ആ 3 ദാനങ്ങൾ? സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്തിയെ? അവർ സഭയുടെ അടിസ്ഥാനമായിരുന്നു. 2-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചു, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ. അടിസ്ഥാനമെന്ന് പറയുന്നത് ഉയരം വരെ പോകുന്നതല്ലല്ലോ, അത് ഇതിന്റെ അടിയിൽ കിടക്കുന്നതല്ലേ, ഉറപ്പിക്കുന്നതല്ലേ ആന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശം ദൈവസഭയ്ക്ക് അടിസ്ഥാനമായിട്ടിരിക്കുകയും ഇന്ന് ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരുടെ ശുശ്രൂഷകളാൽ സഭ പക്വതയിലേക്ക് പോവുകയും ചെയ്യുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത 2 ആഴ്ചകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങൾ ഇന്ന് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് കരുതി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.